കുട്ടികളെ വളർത്തുന്ന കാര്യത്തില് പലർക്കും പല അഭിപ്രായങ്ങളാണ്. അതിപ്പോ സ്കിൻ കെയറിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഒപിയിൽ വരുന്ന പാരന്റ്സിന് പലപ്പോഴും ഉണ്ടാവുന്ന ചില തെറ്റിദ്ധാരണകളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം. ഫസ്റ്റ് വൺ, ജനിച്ചു വീണ കുട്ടിക്ക് ഉണ്ടാവുന്ന ഏത് സ്കിൻ റാഷും ഒരു വലിയ അസുഖത്തിന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ അതൊരു അലർജി ആണെന്നുള്ളത്. ആക്ച്വലി മെജോറിറ്റി സ്കിൻ റാഷസ് ഉണ്ടാവുന്നത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് നവജാത ശിശുക്കൾക്ക് ഉണ്ടാവുന്ന അധിക സ്കിൻ ലീഷൻസും തന്നാലെ തന്നെ, ഒരു ചികിത്സ ഇല്ലെങ്കിലും തന്നാലെ തന്നെ മാറുന്ന സ്കിൻ ലീഷൻസ് ആണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് അത് മാറാതെ നിൽക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് അത് കാരണം ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെക്കൻഡ് തിങ്, ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് ഒലീവ് ഓയിൽ ആണ് ഏറ്റവും ബെസ്റ്റ് സൂട്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത്. ഒലീവ് ഓയിൽ കാരണം ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഡ്രൈനെസ് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള പ്രത്യേകിച്ചുള്ള സയന്റിഫിക് സ്റ്റഡീസ് ഒന്നുമില്ല. അത് മാത്രമല്ല, ചില കുട്ടികൾക്ക് ഒലീവ് ഓയിൽ ടോളറേറ്റ് ചെയ്യാറുമില്ല. അത് കാരണം അവർക്ക് സ്കിന്നിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതും നമ്മൾ കാണാറുണ്ട്. സോ ഒരിക്കലും ഡ്രൈ ആണ് സ്കിൻ എന്ന് വിചാരിച്ചിട്ട് പോയി ഒലീവ് ഓയിൽ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് തേർഡ്, കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഡയപ്പർ റാഷോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴുത്തിൽ ഉണ്ടാവില്ലേ ചിലപ്പോൾ ചുവന്ന് തടിച്ചൊക്കെ വരുന്ന, നീരൊലിക്കുന്നൊക്കെ വരുന്നത്, അതിന് ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത്. അതൊരു പക്കാ തെറ്റിദ്ധാരണയാണ്. ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ചെന്ന് കേക്ക് ചെയ്തിട്ട് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പൊ ഡയപ്പർ റാഷ് ആണ് ഉള്ളതെങ്കിൽ ഡയപ്പർ ക്രീംസ് യൂസ് ചെയ്യുക, ഡയപ്പർ ഇടക്കിടക്ക് മാറ്റുക. കഴുത്തിലാണ് റാഷ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ പാല് കൊടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ കുളിപ്പിച്ചതിന് ശേഷമോ ഒക്കെ അവിടെ ഈർപ്പം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴുത്തൊക്കെ നല്ലോണം നിവർത്തി പിടിച്ചിട്ട് കാറ്റോട്ടം തട്ടിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അല്ലാതെ ടാൽക്കം പൗഡർ യൂസ് ചെയ്യല്ല. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾ വളർത്തുന്ന സമയത്ത് എന്തൊക്കെയാ സംശയങ്ങൾ ഉണ്ടായിട്ടുള്ളത്? താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.